ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു വിഷമത്തോടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. മറ്റൊന്നുമല്ല, നമ്മളെ വണ്ടി ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ആദ്യം തന്നെ പടച്ചവന് സ്ഥിതി പറയാണ്. ടാങ്കർ ബസ്സാണ്, ബസ്സിൻ്റെ ബാക്കിൽ വന്ന് ഇടിച്ച ടാങ്കർ എൻ്റെ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ ഭാഗ്യത്തിന് ബസ്സിന് ഇടിച്ചുകൊണ്ട് എനിക്ക് വന്ന വെയിറ്റ് കുറഞ്ഞിട്ട് ടാങ്കറാരെ നന്നാക്കാനുള്ള പൈസ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഡൂം കാര്യങ്ങളൊക്കെ തമർന്നു പോയി. ടാങ്കർ ബസ്സിനിടിച്ച് വന്നുകൊണ്ട് എനിക്ക് വണ്ടിക്ക് വെയിറ്റ് കുറവായിരുന്നു. പിന്നെ നമ്മളെ മറുകാട് ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചതുങ്ങി ഈ നിലക്കൊക്കെ ഇനി നമ്മൾ ക്ലിയർ ചെയ്യണം. അതുപോലെ ഇവിടെയും ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും, നമ്മൾ അയച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ആക്സിഡൻ്റ് ആയതുകൊണ്ട് പരമാവധി പഞ്ചായത്താക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ സ്റ്റേഷനിലേക്ക് പോവുക, മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കയ്യില്ല. അപ്പോൾ ഞാൻ 5 റുപ്യ പറഞ്ഞു, അവർ അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് 3 റുപ്യയിൽ നമ്മൾ എഗ്രി ആക്കി. കുറച്ച് പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോകും. പിന്നെ ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ ആക്സിഡൻറ്റുകളൊക്കെ. അപ്പോൾ അവർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ടാങ്കറാരും തന്നു, ബസ്സുകാരനും പൈസ കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ ബോഡി വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷുർ എന്തെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ില്ല പക്ഷെ ഇവിടെ ചെറുതായിട്ടൊരു ചതുക്കമാതിരി വന്നിട്ടുണ്ട്. ഇവിടെ ഇടിച്ചതിൻ്റെ ലേസം ബോഡി നമ്മൾ ബാക്കോട്ട് പോയതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മളെ വർക്ക്ഷോപ്പിലേക്ക് പോവുക. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ പണി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു തട്ട് തട്ടിയാലും മുന്നേ പറഞ്ഞാണ് ആപ്പൻ്റെ ബോഡിയാണ്, പറ്റ ദയനീയാണ്, ചെറിയ തകിടാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബോഡി വർക്ക്ഷോപ്പിലേക്ക് ഇൻഷുർ ക്ലെയിം ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ പേപ്പറുകളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം ഓർക്കുക, നമ്മൾ പുക പരിശോധിച്ച പേപ്പർ വേണമെന്ന് നമ്മൾ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഡേറ്റ് ഉണ്ട് കേട്ടോ, 19/3/2025 വരെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, എന്തൊക്കെയാണ് അവിടുന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ ഉള്ളത് ഒന്ന് നോക്കാം. നമ്മളെ വണ്ടി രാമനാട്ടുകരുള്ള രാജേഷ് ചേട്ടൻ്റെ ബോഡി വർക്ക്ഷോപ്പിലാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു കാര്യം കൂടി ചെയ്യണം. നമ്മളൊരു ഫോം ഫില്ലപ്പ് ചെയ്യാണ്ട്, അതായത് ഇതിൻ്റെത് ഫ്യൂച്ചറിൻ്റെ ആയതുകൊണ്ട് ഫ്യൂച്ചറിൻ്റെ ഈ ഇൻഷുറൻസ് ക്ലെയിം ഉള്ളത് നമ്മൾ അക്ഷയയിലേറ്റ പോയിട്ട് അവിടുന്ന് ആ ഫോം എടുത്തുകൊണ്ടുവന്ന് പൂരിപ്പിക്കണം. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാലുള്ള വേറൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മൂപ്പർ തന്നെ അങ്ങ് ക്ലിയർ ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഇതിൻ്റെ വൈത്തല നടക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അനുഭവം ഉണ്ട് മുന്നേ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുപോകുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ രാമനാട്ടുകര ചുങ്കത്തുള്ള ഉണ്ണിയേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടെ നിന്നായിരുന്നു ഞാൻ ഇൻഷുർ ക്ലെയിം ചെയ്തത്. അപ്പോൾ ഇൻഷുറിന് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൊടുക്കുന്ന രേഖകൾ ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമുക്ക് പൈസ വരിക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ഫോം ഉണ്ടാവും കേട്ടോ, നമ്മൾ നെറ്റിൽ നിന്ന് എടുക്കണം, കഫേയിൽ നിന്ന് എടുത്തിട്ട് ഫ്യൂച്ചറിൻ്റെ മോട്ടോർ ക്ലെയിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് സംഭവിച്ചത് കാര്യങ്ങളൊക്കെ അടങ്ങിയത് കേട്ടോ. അതിനുശേഷം നമ്മളെ വണ്ടിയിലെ പേപ്പറുകളൊക്കെ RC, ഇൻഷൂർ എല്ലാ കാര്യങ്ങളുമായിട്ടാണ് നമ്മളെ ഏജൻറ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഈ ഏജൻറ്റിൻ്റെ അടുത്തേക്ക് അതായത് നമ്മൾ ഓൺലൈനിൽ ചെയ്യാതെ ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ, അതായത് ഒരു 100, 200 അല്ലെങ്കിൽ 500 ലാഭത്തിന് വേണ്ടി നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ ഒരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് എങ്ങോട്ട് പോകണം എന്താണെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഏജൻറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നേരിട്ട് അവരതൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം, എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ പോയി അവർ ഈ ഫോം കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് തന്നു കേട്ടോ. ഫില്ലപ്പ് ചെയ്യല്ല, ഫുള്ള് ഒന്ന് ക്രോഡീകരിച്ച് തന്നു. പിന്നെ നമ്മളെ ഇവരെ ഏജൻസിൻ്റെ മുകളിലുള്ള ആളെ നമ്പറും തന്നു. അവരെ ആയിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്ത്, അപ്പോൾ അവർക്ക് ഇതൊക്കെ വാട്സപ്പ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. വാട്സപ്പ് അയച്ചു കൊടുത്ത് ഇനി സർവേ നമ്പർ അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ വാട്സപ്പിൽ തരാമെന്ന് പറഞ്ഞു. ഈ കാര്യം നമ്മൾ ബോഡി വർക്ക്ഷോപ്പിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അവർ നമ്മളെ ബോഡി വർക്ക്ഷോപ്പിൽ വന്നിട്ട് നമ്മളെ വണ്ടീൻ്റെ കേടുപാടുകൾ നോക്കിയിട്ട് നമുക്ക് എത്ര ആണ് ഫണ്ട് വരിക എന്നുള്ളത് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിൽ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കണം. അതിനുശേഷം ഫണ്ട് റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ഫണ്ട് വരിക. സർവർ 8 ദിവസം കഴിഞ്ഞാലാണ് കേട്ടോ വന്നത്. എൻ്റെ വണ്ടി മാത്രമല്ല, അതിൻ്റെ കൂടെ വേറെയും വണ്ടികൾ അവർക്ക് അത് നോക്കാണ്ടായിരുന്നു. എന്നിരുന്നാലും 8 ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ വണ്ടി പണി തുടങ്ങി. ഫൈനലി സർവർ വന്ന് പോയിട്ടോ. നമ്മളെ വണ്ടീൻ്റെ കൂടെ തന്നെ വേറൊരു വണ്ടി കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ SBI ബാങ്കിൻ്റെ പാസ്ബുക്കിൽ പഴയ ആളുകളുണ്ടാവും, SBT എന്ന് പറഞ്ഞേ, അത് പറ്റില്ല കേട്ടോ. അത് SBIൻ്റെ ഒരു ഇത് വേണം. ആ വണ്ടിക്ക് നിലവിൽ SBT എന്നുള്ള ഒരു പാസ്ബുക്ക് ആയതുകൊണ്ട് അവർ അത് മാറ്റിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ രേഖകളും ഒറിജിനൽ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വണ്ടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സർവർ വന്ന് പോയി, ഇനി നമുക്ക് പണിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒന്നായിട്ട്
ഞെളുങ്ങിപ്പോയിരുന്നു, ചെറിയ ചതുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ചതുക്കുണ്ട്. ഇവിടുത്തെ ചതുക്ക് നമ്മൾ മുന്നേ കാണിച്ചു തന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഗ്ലാസ് പൊട്ടാനുണ്ടായിരുന്ന കാരണം ഇവിടെ ഇരിക്കണ നമ്മളെ ഇടിൻ്റെ അകത്തിൽ നമ്മളെ ഇത് കണ്ടോ, വാട്ടർ ചാലും നമ്മുടെ നെറ്റിയായിട്ട് കൂടിപ്പോയിട്ടുണ്ട്, ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് വളവുണ്ട്, പക്ഷെ പൊട്ടൊന്നും കുടുങ്ങിയിട്ടില്ല. എന്നിരുന്നാലും പിന്നെ അതുപോലെ നമ്മൾ നെറ്റിക്കൊന്നും ഒരു പ്രശ്നമൊന്നും വന്നില്ല കേട്ടോ. നല്ല പലക തന്നെയായിരുന്നു നമ്മൾ അന്ന് വെച്ചത്, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ കുറച്ച് ഇരുമ്പ് കൂടുതൽ കീറിയാലും അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉൾവശമൊക്കെ ഇരിക്കണം ഇവർ തട്ടി നിർത്തി നല്ല വൃത്തി തന്നെ പണി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീറ്റ് കാര്യങ്ങളൊക്കെ ബാറ്ററിയൊക്കെ അയച്ച് വെച്ചതാണ്. പിന്നെ ഇവിടെയൊക്കെ ഇതൊക്കെ നല്ല വൃത്തി തന്നെ കേട്ടോ. സെയിം മോഡൽ തന്നെയാണ് വന്നത്. പണിയൊക്കെ നല്ല ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ടില്ല. അതുപോലെ നമ്മളെ ഈ ലോഗോ, പിയാജോൻ്റെ ലോഗോൻ്റെ അവിടെ ഞെളുങ്ങിയോണ്ട് ചേസിന് നല്ല ബെൻഡിട്ട് കുടുങ്ങിയെന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ചെറിയൊരു ആ ബോഡീൻ്റെ, അതായത് വലിയ കട്ടിയില്ലാത്ത ബോഡിയാണല്ലോ, അതുകൊണ്ട് തൊട്ടപ്പോഴത്തേനും ഒന്ന് ഉള്ളോട്ട് പോയതാണ്. അതിൻ്റെ ഉള്ളോട്ടൊന്നും വലിയ കംപ്ലൈൻറ്റ് കാണുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ. അതുപോലെ നമ്മൾ ഗ്ലാസ് ഫ്രെയിം പുതുതായിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ പെയിൻ്റൊക്കെ അടിക്കും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പിന്നെ നമുക്ക് ഈ ഭാഗം, അതായത് ബോഡി ഇറക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഇറക്കുള്ളൂ. ഞാൻ തന്നെ എൻ്റെ വണ്ടീൻ്റെത് 12 വർഷമായിട്ട് ഞാനത് ഇറക്കിയിട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ലായിരുന്നു. അതുപോലെ ഗ്ലാസ് ഫ്രെയിം പുതിയത് വെക്കുമ്പോൾ നമ്മളിവിടെയൊക്കെ ഈ ഭാഗത്ത് പെയിൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ പെയിൻറ്റിങ്ങിന് പോകുമ്പോൾ ഈ ഭാഗത്ത് പെയിൻറ്റ് ആവാത്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വെക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ മുന്നത്തത് ഓൾറെഡി 12 വർഷമായി, ഞാൻ ഇതുവരെ ബോഡി ഇറക്കിയില്ല. അപ്പോൾ ഇത് ഇറക്കേണ്ട ആവശ്യം വരാറില്ല. അപ്പം വരികയാണെങ്കിൽ പോലും അന്നേരം നമുക്ക് അത് ഗുണം ചെയ്യും കേട്ടോ. അതായത് റെസ്റ്റ് വല്ലാതെ വരില്ല. ഫ്രെയിം പുതുതായിട്ട് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ പെയിൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ പെയിൻറ്റിങ്ങിന് കൊടുക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഉള്ള പെയിൻറ്റ് വരുള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് വരില്ല. അപ്പോൾ നമ്മൾ തന്നെ ഇത് വെക്കുന്നതിന് മുമ്പ് ഇവർ ഇവിടുന്ന് ചെയ്ത് കൊടുക്കല്, ഗ്ലാസ് ഫ്രെയിം വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ പെയിൻറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന റസ്റ്റുകൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്ലാസ് ഫ്രെയിം നല്ല ഒറിജിനൽ സാധനം തന്നെയാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റേതായ ആ മാറ്റം നമുക്ക് അറിയാണ്ട് കേട്ടോ. വിലയിലും നല്ല മാറ്റമുണ്ട്. അതുപോലെ ഇനി നമ്മൾ ഇപ്പം ഗ്ലാസ് ഇടുന്നില്ല, ഇവിടെയൊക്കെ പെയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിന് കൊടുക്കണം, ഇവിടെ മഞ്ഞ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് ആ ഒരു ആവശ്യം കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പെയിൻറ്റ് ചെയ്യാത്തത്. അതുപോലെ നമ്മൾ മരപ്പലകൻ്റെ ചെറിയൊരു വിഷയമുണ്ട് ഇവിടെ, നമുക്ക് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. നമുക്ക് ഏതായാലും അപ്പോളിസ്റ്റർ വർക്കാരനോട് ചോദിച്ചു നോക്കണം അത് പറ്റുന്നില്ല, കുഴപ്പമില്ല എന്ന് പറയണ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ടുള്ള തന്നെ വാങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഉൾവശമൊക്കെ വെക്കണം, ഇങ്ങനെയാണ്. പിന്നെ ഇതിന് നമുക്ക് കമ്പനി ഒറിജിനൽ സാധനമായതുകൊണ്ട് ഇതിന് 4 രൂപയോളം വില വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വർക്കൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി വർക്കാണ് കേട്ടോ. ഇതിന് ഉൾവശമാണെങ്കിൽ ഇവിടെയൊക്കെ മുന്നേ ദ്രവിച്ചതായിരുന്നു, അപ്പോൾ അതൊക്കെ കണ്ടീഷനായിട്ടുണ്ട്. അപ്പോൾ വാട്ടർ സർവീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അപ്പോളിസ്റ്ററിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ഒന്നുകൂടി വെറുതെ ഒന്ന് ചോദിച്ചോട്ടെ, എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്യണോ, അതുപോലെ നമ്മളെ ഈ കട്ട എന്തെങ്കിലും മാറ്റണോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഇവനൊരു അഭിപ്രായം പറഞ്ഞു, ഇവിടെ ആകെ 2 പട്ടയുള്ളത്. നമ്മൾ ഇത് പലക വെക്കുന്നതുകൊണ്ട് ഈ 2 മുകളിൽ നിൽക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. എനിക്കിതിന് മുന്നേ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ പോലും അപ്പോൾ ഈ മുന്നേ കണ്ടല്ലോ, നമ്മൾ ഇവിടെ മൊത്തം 6 ഉണ്ട് ഇതുപോലത്തെ ആംഗ്ലർ ഈ പട്ട നിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. അപ്പോൾ നിലവിലിപ്പോൾ 2 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു 2-3 പീസ് കൂടി ഇവിടെ ഒന്നുകൂടി അവിടെ പോയിട്ട് വെപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒന്നുകൂടി സേഫ്റ്റിക്ക് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇതിന് മുന്നേ എനിക്ക് അനുഭവം ഉണ്ട്. ഇല്ലാഞ്ഞാൽ എന്താ വെച്ചാൽ ഈ പലക വേഗം പൊട്ടിപ്പോവാനോ ഈ ജർക്കിങ്ങും ഇതൊക്കെ വരുമ്പോൾ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വീണ്ടും പോയിട്ട് അത് കൂടി ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ആ പട്ട ഫിറ്റ് ചെയ്തു കേട്ടോ. ഇരിക്കുന്ന 3 പട്ടയാണ് നമ്മൾ ഫിറ്റ് ചെയ്തത്. പിറകിൽ 2. ശരിക്കും പിറകിൽ കൂടി 3 ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടി നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കട്ടെ മുന്നത്തെ പലക. ഈ പലകക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് നമ്മളോട് അപ്പോളിസ്റ്ററി വർക്ക് ദീപക് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് വെച്ച് വെക്കാം.
വെച്ച് നോക്കിയപ്പോൾ തന്നെ കണ്ടോ കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി സ്ക്രൂ ചെയ്താൽ മാത്രം മതി. അതുപോലെ വേറെ ഒരു കാര്യം കൂടി നമ്മൾ ഈ ഇത് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ സ്പോട്ട് അടിക്കണം, ഇവിടെയും അതുപോലെ ഇവിടെയും സ്പോട്ട് അടിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് കാലക്രമേണ ഇങ്ങനെ ഓടി ഒരു കുലുക്കം വരാറ് പതിവുണ്ട്, ചില വണ്ടികൾക്കൊക്കെ കാണാം. അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വാട്ടർ സർവീസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് തന്നെ വന്നിട്ട് നമ്മളെ വണ്ടി ഫുള്ള് വാട്ടർ സർവീസ് ചെയ്ത് കേട്ടോ. ഇത് നമ്മുടെ ഡാഷ്ബോർഡാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ, അതായത് നമുക്ക് കറണ്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ടാപ്പ് ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട് വെള്ളം കയറാതിരിക്കാൻ. പിന്നെ ഈ മെഷീനിന് 600 രൂപയാണ് വാടക വരുന്നത്. അത് നമുക്കിവിടെ വീട് വൃത്തിയാക്കേണ്ട, അതായത് പെയിൻറ്റിങ്ങിന് വേണ്ടി വൃത്തിയാക്കാനും ഉണ്ടായിരുന്നു. രണ്ടും കൂടിയും ഉള്ള ആവശ്യത്തിനാണ് എടുത്തത്. പെട്ടെന്ന് തന്നെ ഗണ്ണടിച്ചപ്പോൾ പരമാവധി ചളികളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചെറിയ അടയാളം കണ്ടിട്ടുണ്ട്, എന്നിരുന്നാലും നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ വണ്ടിയുടെ പെയിൻ്റ് അടിക്കാൻ വന്നതാണ് കേട്ടോ. നമ്മൾ വണ്ടി നിൽക്കുന്ന ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുൻഭാഗം മാത്രമാണ് കേട്ടോ നിർത്തുന്നത്, അടിക്കുന്നത്. അതായത് ഇവിടെയൊക്കെ ഗ്ലാസ് ഇടാതാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ബീഡിങ് വെക്കുന്ന ഇതിൻ്റെ ഉള്ളിലൊക്കെ പെയിൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലാസ് ഇടാതെ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പന്തിരങ്കാവ് മേഘേഷ്. ഇതിന് മുന്നേ നമ്മൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ ചെയ്തതാണ് കേട്ടോ. ഇവിടെ ഒരുവിധം വാഹനങ്ങളൊക്കെ എല്ലാ വണ്ടികളും ഇവിടെ പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ഇടലിൽ വന്നാണ് കേട്ടോ. അപ്പോൾ പുതിയ ഗ്ലാസ് ആണെങ്കിലും നമുക്ക് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ഇവിടെയും, ഈ ഭാഗത്തും ഇവിടെയും. പക്ഷേ ഇത് നമ്മൾക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഒരു പെയിൻ്റ് അടിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്രെയിം എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച്, സ്ക്രാച്ചും കാര്യമൊന്നും ഇല്ലാത്തതാണെങ്കിൽ പിന്നെ അതിന്മേൽ പൊട്ടിയിട്ടിടുന്ന പരിപാടികളൊന്നും ചെയ്യാതെക്കുക. പെയിൻറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഫുള്ള് നല്ല ക്ലീനിങ്ങിൽ തന്നെയാണ്, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ മുന്നേ ഗ്ലാസ് ഫ്രെയിം ഇടേണ്ടതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ നമ്മൾ പെയിൻറ്റ് കൊടുത്തു. പക്ഷെ ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയത്, നമ്മൾ ഉള്ളിൽ മാറ്റ് ബ്ലാക്കാണ് കൊടുത്തത് കേട്ടോ. ഈ നല്ല പെയിൻറ്റ് തന്നെയാണ്, അങ്ങനെ ഉടായ്പ പെയിൻ്റ് ഒന്നുമല്ല നമ്മൾ കൊടുത്തത്, മാറ്റ് ബ്ലാക്കാണ്. അപ്പോൾ ഉള്ളിൽ വേറൊരു വെറൈറ്റി ആകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് വണ്ടികളിലൊക്കെ ഞാൻ കണ്ടിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മാറ്റ് ബ്ലാക്ക് കൊടുത്തത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മറുകാട് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങാൻ പോവുകയാണ് കേട്ടോ. അടുത്തതായി നമ്മൾ ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ VK's ഓട്ടോമൊബൈൽസിൽ വന്ന കേട്ടോ. രാമനാട്ടുകരാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ ഇവിടെ മറുകാട് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ വെക്കുന്ന സ്റ്റീലിൻ്റെ ഇങ്ങനെ നിങ്ങളങ്ങനെ ഒട്ടിക്കുന്ന സ്റ്റീലിൻ്റെ ടൈപ്പ് വാങ്ങി. പിന്നെ മറുകാട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇതിലേക്കൊരു ബീഡിങ് ഉണ്ട്. ഈ ബീഡിങ്ങും ഇതിൻ്റെ സ്ക്രൂവും, അപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്യുന്ന ഈ 2 സ്ക്രൂ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലാണ് വരിക കേട്ടോ. അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. പിന്നെ നമുക്ക് ഈ മീശ, ഈ ഓണ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഓണ് വെക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അതിനുള്ള മീശയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇപ്പോൾ 1200 റുപ്യൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ മറ്റെവിടെയല്ല, നമ്മുടെ രാമനാട്ടുകരാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ മറുകാടിന് കറക്റ്റ് സെറ്റിംഗ് അല്ലാത്തതുകൊണ്ട് ഒറിജിനൽ തന്നെ വാങ്ങേണ്ടി വന്നിട്ടോ. ഇതിന് 440 രൂപ നമ്മളോട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഴയതിന് 320 റുപ്യ ഉള്ളായിരുന്നു. അപ്പോൾ എന്തായാലും ഒറിജിനൽ അതിൻ്റെതായ മാറ്റം അറിയാനുണ്ട് കേട്ടോ. മറ്റേതൊരു കൂടിയിട്ടൊക്കെ ആയിരുന്നു, ഇതൊക്കെ ഉഷാറായിട്ടുള്ളതാണ്. ഗ്ലാസിൻ്റെ ബീഡിങ് ഒട്ടിക്കുകയാണ് കേട്ടോ. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതിൻ്റെ അടിയിലുള്ള ഈ പശയുള്ള ഭാഗം, ഈ 2 റെഡുള്ള ഭാഗമാണ് പശ. അപ്പോൾ അവിടെ ഓരോന്നിങ്ങനെ നമ്മൾ കുറേശ്ശെ ഒട്ടിച്ച് വരണം. കാരണം ഇതൊരു പ്രാവശ്യം ഒട്ടിച്ച് കഴിഞ്ഞ് വീണ്ടും പറിച്ചാൽ നമ്മൾ ആ പെയിൻറ്റ് പോരും. നമ്മളെ വണ്ടീൻ്റെ അപ്പോളിസ്റ്റർ വർക്ക്, അതായത് ടോപ്പ് വലിച്ചടിക്കാൻ വേണ്ടിയിട്ട് ദീപകിൻ്റെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുങ്കത്തുള്ളതാണ്. അപ്പോൾ ഇവൻ്റെ വീഡിയോ ഒക്കെ നമ്മളിതിന് മുന്നേ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വേറൊരു വണ്ടി ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇതൊരു വണ്ടിനോട് ഇഷ്ടമുള്ള ഒരാളെ വണ്ടിയാണ് കേട്ടോ. 2008 മോഡൽ. അയാൾ പണ്ടേ ഉപയോഗിക്കുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അയാൾ ബോഡിയൊക്കെ മാറ്റി വണ്ടിക്ക് പണി തന്നപ്പോൾ പുതിയ മോഡലാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവൻ്റെ പോളിസ്റ്റർ വർക്ക് നമുക്ക് കാണാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലൈറ്റിന് 5 കളറാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാത്തത്. ഇത് 5 ഭാഗത്തായിട്ട് 5 കളറായിട്ട് ഈ കളറിൽ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഈ സൈഡിൽ ഇവിടെ ലൈറ്റ് ഉണ്ട്. പിന്നെ ഇതാണ് ഒരു സീറ്റ് വർക്ക്. ഇതൊക്കെ ഇത് ബോഡി ഇങ്ങനെ തുറക്കുകയാണെങ്കിൽ സീറ്റൊക്കെ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ അവരെ വർക്ക്. അപ്പോൾ ഇതൊരു വണ്ടിനോട് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്നേഹം കൊണ്ടാണ്. കാരണം ഇത്രയും പൈസ മുടക്കിയിട്ട് 2008 മോഡൽ വണ്ടിയൊക്കെ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആ വണ്ടീനെ എത്രത്തോളം അദ്ദേഹം
സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. വയ നെറ്റിയാണ് ഇട്ട് കേട്ടോ. പക്ഷേ വയ നെറ്റിയിൽ ഇവിടെ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പീസ് വെച്ച് കണ്ടായിരിക്കും നമ്മളിവിടെ ഇങ്ങനെ പിന്നെ അടിച്ചായിരുന്നത്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് പണി അധികം വന്നിട്ടുണ്ട്. ഇവിടെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ ഒരു പ്ലൈവുഡ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് ഇത് നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിലും ഇവിടെയൊക്കെ ചെറിയ ചെറിയ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വന്നത് തൽക്കാലം. അതായത് നമുക്ക് ഇനി അടുത്ത വർഷം ബോഡി ഇറക്കണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുതിയ നെറ്റി ഫിറ്റ് ചെയ്യാത്തത്. ഈ ഏകദേശം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമ്മളെ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് നമ്മളെ ക്ലച്ചിന ഇവിടെ ഒന്ന് കുറച്ച് പൊന്തിയോണ്ട് പഴയതുമായിട്ട് ഇവിടെ ഒരു ആണി അടിച്ച അടയാളം ഉള്ളതുകൊണ്ട് ഇവർ ഒരു സ്റ്റിക്കറുമായിട്ടുള്ള പശക്ക് ഗമ്മൊക്കെ കൊടുത്തിട്ട് ലീക്ക് വരാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് കേട്ടോ. അതുതന്നെയാണ് നമ്മളവിടെ ഒന്ന് മുന്നേ വരുത്തിയതുണ്ടായിരുന്നു. അതേമാതിരി സാധനം തന്നെ ഇവിടെയും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കാണുന്നുണ്ടല്ലോ ഈ ഭാഗത്തും. അങ്ങനെ നമ്മളെ പണി കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിൻ്റെ മുന്നിലാണ് ഇട്ട് രാജുവേട്ടൻ്റെ ഷോപ്പാണ്. ഇവിടുത്തെ വീഡിയോ മുന്നേ ചെയ്താണ്. ഇതിൻ്റെ അടുത്ത് തന്നെ സ്റ്റിക്കർ വർക്കും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ നേരെ സ്റ്റിക്കർ വർക്ക് ഉണ്ട്. അപ്പോൾ മുന്നിൽ നമ്പർ ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് എഴുതണം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യണം. അതുപോലെ ഓണ് നോക്കട്ടെ, സാമ്പത്തികത്തിനനുസരിച്ച് ഓണ് ഫിറ്റ് ചെയ്യും. അതുപോലെ ലൈറ്റിൻ്റെ ഇവിടെ ഒരു കളറ് കൊടുത്താലോ എന്നുള്ള ചിന്ത ഉണ്ട്. നിയോ ബൾബ്. അപ്പോൾ അതൊന്ന് കൊടുക്കണം. അടുത്ത് നമ്മൾ ഇതിൻ്റെ നിയോ ലൈറ്റ് ഫിറ്റ് ചെയ്യാണ് കേട്ടോ. ഈ ഗ്ലാസ്സിനും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. യെസ്. അപ്പോൾ നമ്മൾ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പിങ്ക് കളറാണ്. പക്ഷെ അത് കാണുമ്പോൾ രണ്ടൊരു വൈറ്റ് മാതിരിയാണ്. ഞാൻ ഒന്ന് സൂം ഔട്ട് കാണിച്ചു തരാം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉണ്ടല്ലോ, ഇത് മാത്രം കാണുമ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിക്കത്തെ കളറ്. ഇത്രയും നമ്മൾ പല കളറ് കൊടുത്തിട്ട് എനിക്കിഷ്ടമായ ഒരു കളറ് ഈ പച്ചയിലേക്കാണ് കേട്ടോ. ഇതൊരു പച്ച കളറാണ് കേട്ടോ. നമ്മളങ്ങനെ കൊടുത്തു. അപ്പോൾ ഫൈനലി ഞങ്ങൾ പച്ച തന്നെ തിരഞ്ഞെടുത്തു കേട്ടോ. പച്ചയാണ് ഇതിലേക്കൊരു ജോയിൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. പല കളറും വെച്ച് നോക്കി. അപ്പോൾ ഈ രാത്രി നമ്മളെ ഈ ഡൂമിന് കണക്കായിട്ട് ഒരു ഭംഗി പച്ചയാണെന്ന് മനസ്സിലായതുകൊണ്ട് പച്ച കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇനി നമ്മൾ ഈ നമ്മളെ സ്പീഡോമീറ്ററിൻ്റെ അതായത് ഡീസലിൻ്റെ ഒക്കെ അളവ് കാണിക്കുന്നത് ഇതിൻ്റെ ലൈറ്റൊന്ന് മാറ്റാണ് കേട്ടോ. ഇപ്പോഴത്തെ വെളിച്ചം കണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് ബൾബൊന്ന് ചേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കാം എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് മാറ്റി കേട്ടോ. ഇപ്പോൾ നമുക്ക് കിലോമീറ്ററൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. കിലോമീറ്ററൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട് കേട്ടോ. LED ബൾബാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത്. ഇനി നമ്മൾ ഹോണ് വെക്കാൻ പോകാം കേട്ടോ. വാങ്ങണത് തന്നെ റൂട്ട്സിൻ്റെ ആണ്. പിന്നെ ഇതിനെന്താ പറയുക രാജുവേട്ടാ? VC കട്ടൗട്ടർ. പിന്നെ ഒരു ബസ്സിൻ്റെ നമ്മൾ ഹോണ് ലിവർ ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കട്ടോ. ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിന് 2-3 സൗണ്ട് ഉണ്ടാവും. നമുക്ക് ഈ കട്ടൗട്ടർ എന്നല്ല ഇതിന് പറഞ്ഞത്. നിലത്തുണ്ടായ VC കട്ടൗട്ടർ 7E1 7 മോഡലുള്ള സൗണ്ട്. ഈ കട്ടൗട്ടർ വെക്കുന്നതോടാണ് ഈ മോഡലുള്ള സൗണ്ട് വരും കേട്ടോ. അത് അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഇതൊന്ന് ഞാൻ കാണിച്ചു തരാം ശബ്ദം. അപ്പോൾ ഹോൺ ലിവർ ഇതാണ് കേട്ടോ. നമ്മൾ ഇവിടെയാണ് വെക്കുക. ഇത് ഇവിടെ വെച്ചിട്ട് ബസ്സിൻ്റെതാണ് ഇത് സംഭവം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാണിതാ. ഇത് സാധാരണ ബസ്സിന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. റൂട്ട്സിൻ്റെ തന്നെയാണ്. പിന്നെ ഇതും റൂട്ട്സിൻ്റെ ആണ്. ഇതാണ് 7-in-1 എന്ന് പറയുന്നത്. 7 തരം സൗണ്ട് ഉണ്ടാവുന്നതാണ്. ഒന്ന് സ്പീഡ് കൂടിയിട്ടും നോർമലായിട്ടും അങ്ങനെ എന്തൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് കേട്ട് നോക്കാം ഫിറ്റ് ചെയ്തിട്ട്. ഓണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. അപ്പോൾ രാജുവേട്ടാ അതൊന്ന് അടിക്കുക. ഒന്ന് അടുത്ത സൗണ്ട്. ഇനി അതിൻ്റെ അടുത്തൊരു സൗണ്ട് വെക്കി. അതിൻ്റെ ബാക്കിൽ. ഓക്കെ. കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ബസ്സിൻ്റെ റാഡ് പറഞ്ഞാൽ ഇത് നിൽക്കുമ്പോഴാണ് സൗണ്ട് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് നീക്കാൻ ഇതിൻ്റെ അടിയിൽ നനയാക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നത്. അതിൻ്റെ പേരെന്താ പറഞ്ഞത്? മ്യൂസിക് കട്ടൗട്ടർ എന്ന് പറഞ്ഞ് വെച്ചത്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ഇതോടെ അവസാനിക്കുകയാണ്. ഇവിടെ ടോപ്പ് ലൈറ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്.
പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വെച്ചത് പറഞ്ഞാൽ നമ്മളെ ലൈറ്റുകളാണ്, ഇവിടുത്തെ ലൈറ്റ്. പിന്നെ ലൈറ്റാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇൻഷുറൻസിൻ്റെ ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കണം കേട്ടോ. അതുകൂടി കഴിഞ്ഞാലാണ് നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആവുക. അപ്പോൾ അത് നമുക്ക് പറ്റുകയാണെങ്കിൽ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്, ഇല്ലെങ്കിൽ ഇതോടെ നമ്മളെ വീഡിയോ അവസാനിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു. അപ്പോൾ നമ്മൾ നിയോ ലൈറ്റാണ് കേട്ടോ കാണുന്നത്. ഓട്ടോറിക്ഷ ഒരു ഇറ്റത്ത് നിർത്തിയിട്ട് നിയോ ലൈറ്റിൻ്റെ പവർ എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് കേട്ടോ. ഇത് നമ്മൾ ആ പച്ച ലൈറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ക്യാമറ കാണുന്നതിലും കൂടുതൽ ഭംഗി നമ്മൾ പുറത്തുനിന്ന് കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. അതുപോലെ ഈ ലൈറ്റും നമ്മളിതിൻ്റെ ഉള്ളിൽ LED ലൈറ്റ് വേറെ ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കിലോമീറ്ററൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ക്യാമറയിൽ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും ഇത് ഒന്നുകൂടി നല്ലൊരു അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഒരു മാസത്തോളം നമുക്ക് വണ്ടി നിർത്തിയിടേണ്ടി വന്നിട്ടുണ്ട്. ഈ സർവർ 8 ദിവസം നേരം വൈകിയ മാത്രമേ ഉള്ളൂ ഒരു അധികമായിട്ട് വന്ന നേരം വൈക്കും. അല്ലാതെ ബാക്കി പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ചെറിയൊരു പൈസ മാത്രമേ ഉള്ളൂ നമ്മൾ വാങ്ങിയത്. പഞ്ചായത്ത് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓടാൻ പറ്റി. അപ്പോൾ നമ്മളെ ഈ ഇൻഷുർ ഇല്ലാത്ത വാഹനം മറ്റു വാഹനമായിട്ടൊക്കെ ഇടിക്കുക തട്ടുകയാണെങ്കിൽ അവരോട് നമ്മൾ വാഹനം നന്നാക്കി തരാനാണ് പറയേണ്ടത്. പക്ഷേ നമ്മളൊരിക്കലും കാണുന്ന പൈസ ആവില്ല പണി കഴിഞ്ഞ് വരുമ്പോൾ എന്നുകൂടി ഇതിൽ ഓർമ്മപ്പെടുത്തുന്നു.